പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിനുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് അനുദിനം നമ്മളെ നടത്തുന്ന വഴികൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരാളും ലജ്ജിക്കത്തില്ല. അവനിലേക്ക് നോക്കുന്നവർ പ്രകാശിതരായി തീർന്നു. ആരുടെയും മുഖം ലജ്ജിക്കുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ലുക്ക് ഓൺ ടു ജീസസ്. നമ്മുടെ ഏത് വിഷയത്തിന്റെ അകത്തും കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ മതി. ഗോഡ് ഹാസ് ആൻ ആൻസർ ഫോർ ഇറ്റ്. അതുപോലെ നമ്മൾ കടന്നു പോകുന്ന ഏത് ഇഷ്യൂവിന്റെ അകത്തും ഗോഡ് വാണ്ട്സ് ടു ഡ്രോ ഔട്ട് സംതിങ് ഫ്രം ഇറ്റ്. അതിന്റെ അകത്തുനിന്ന് കർത്താവിന് എന്തോ ഒന്ന് പുറത്തെടുക്കാനായിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് നമ്മൾ കടന്നു പോകുന്ന വിഷയം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തകർച്ചയ്ക്കല്ല. God wants to bring you out of it. എന്തിനു വേണ്ടിയാ? ചില കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ കർത്താവിൽ കടന്നു വന്നു. അതിനുശേഷം പല ഇഷ്യൂകളിലും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇന്ന് വരെ ലജ്ജിക്കാൻ സമ്മതിച്ചില്ല. അതിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും പല കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചു. ഏറ്റവും കൂടുതൽ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം, ഐ എം ഗോഡ്, ഐ എം എൽ ഷദായ്, ഐ എം ദ ഓൾമൈറ്റി ഗോഡ്, ഐ എം യഹോവ ഈരേ. ഇതെല്ലാം കർത്താവ് പഠിപ്പിച്ചു. ഞാൻ കരുതുന്ന കർത്താവാണ്, ഞാൻ കൈവിടാത്ത കർത്താവാണ്, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല. പ്ലീസ്, ആ കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ ഓൺ ദ വേ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പം നമ്മുടെ അവസാന ദിവസം വരെ ഈ ലോകത്തിൽ വിഷയങ്ങളില്ലാത്ത ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും വിഷയങ്ങളുണ്ട്. ഉന്നതന്മാർക്ക് വിഷയങ്ങളുണ്ട്, ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വിഷയങ്ങളുണ്ട്, വലിയ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർക്ക് വിഷയമുണ്ട്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അത് പ്രായഭേദമൊന്നുമില്ല. അത് കൊച്ചു പിള്ളേരാണെങ്കിലും, അത് യൗവനക്കാരാണെങ്കിലും, അത് വാർദ്ധക്യത്തിലാണെങ്കിലും, അത് മിഡിൽ ഏജ് ആണെങ്കിലും, എല്ലാ വ്യക്തികളും നേരിടുന്ന വിഷയങ്ങളുണ്ട്. ഇന്നലെ തന്നെ വളരെ വേദനിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും കേൾക്കാനിടയായത്. AJ റോയ് ഇൻഡസ്ട്രിയിൽ താന് സാമ്പത്തികമായി എത്രയോ ഉന്നതമായ നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് പിശാച് അനേകരുടെ ജീവിതങ്ങളെ തകർക്കാൻ നോക്കുക, അല്ലെ? പിശാച് അവൻ അറപ്പാനും മുടിക്കാനും മോഷ്ടിക്കാനും വരും. നിൽക്കുന്ന നിപ്പിൽ പ്ലീസ് ചിലരുടെ ജീവിതം കവർന്നെടുത്തുകൊണ്ട് പോകുന്നത് പോലെ. അതായത് കുറേ ദിവസമായി വ്യക്തിയെ കാണണമെന്ന് കർത്താവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തന്നു. ഞാനും ഷീലായും കൂടെ പുള്ളി മരിക്കുന്നതിന് ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പേ ഞങ്ങൾ തമ്മിൽ പുള്ളിയുടെ കാര്യം, AJ റോയുടെ കാര്യം ഞങ്ങൾ സംസാരിച്ചുള്ളൂ. അത് കഴിഞ്ഞ് പെട്ടെന്ന് ന്യൂസ് കേട്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോകുന്നത് പോലെയായിരുന്നു ആ അവസ്ഥ. ചിലരെയൊക്കെ മോഷ്ടിച്ച് കവർന്നുകൊണ്ട് പിശാച് പോകുന്ന കാഴ്ച നോക്കിക്കേ. എന്തുകൊണ്ടാ എല്ലാം തീർന്നു എന്ന് നമ്മൾ വിചാരിക്കുക? നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ എല്ലാം തീർന്നു, ഇനി രക്ഷയില്ല, ഇനി വഴിയില്ല, ഞാൻ ലജ്ജിക്കപ്പെട്ടു പോകും. ആ വ്യക്തിയെക്കുറിച്ച് അറിയാവുന്നവരെ, എനിക്ക് വ്യക്തിപരമായി എനിക്ക് അറിയത്തില്ല, എന്നാൽ അറിയാവുന്ന പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. നല്ലൊരു മനുഷ്യനായിരുന്നു, മനുഷ്യസ്നേഹിയായ വ്യക്തിയായിരുന്നു. ഒരു വ്യക്തി പ്രയാസത്തിൽ ഇരിക്കുമ്പോഴൊക്കെ അവരെ കരുതാനും സഹായിക്കാനും ഒക്കെ ഉള്ള നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ഹി വാസ് എ ഗുഡ് മാൻ എന്ന് അനേകര് ആ വ്യക്തിയെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോകുക. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് തന്നെ നിരാശപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് എല്ലാം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നോക്ക് പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആൻഡ് ജീസസ് സെഡ്, ഐ എം ദ വേ. ഏത് വിഷയത്തിനും ഒരു പരിഹാരകനുണ്ട്. നമ്മൾ കടന്നു പോകുന്ന വിഷയത്തിലെല്ലാം ഗോഡ് വാണ്ട്സ് ടു ഡ്രോ സംതിങ്. നമ്മളെ അതിന്റെ അകത്തുനിന്ന് ചിലത് എടുക്കാൻ കർത്താവ്, സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്, അതിന്റെ അകത്തുനിന്ന് ചിലത് പുറത്തെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. എന്നെ നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതൊരിക്കലും നമ്മുടെ തകർച്ചയ്ക്കാകത്തില്ല. പ്ലീസ്, അത് ഒരു വ്യക്തി ക്രിസ്തുവിൽ പണിയപ്പെടുമ്പോൾ അങ്ങനെയാണ് കർത്താവ് പണിയുന്നത്. പ്ലീസ്, വിഷയങ്ങളില്ലാത്ത ലോകമല്ല. നോക്ക്, ഈ
ദൈവവചനത്തിൽ നമ്മൾ ഒരാളെ കാണുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരാൾ ദൈവവചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായത്തിൽ കർത്താവ് ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തി, കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭവനം നോക്ക് ലാസറിന്റെ വീട്. ലാസറിന്റെ വീടിനെ കുറിച്ച് പറയുമ്പം കർത്താവ് ലാസറിനെയും തന്റെ സഹോദരിമാരെ അവരെ സ്നേഹിച്ചു അല്ലെ. കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വീട്, കർത്താവ് എപ്പം വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന, കർത്താവ് മാത്രമല്ല ശിഷ്യന്മാരുമായിട്ട് കയറി ചെല്ലുന്ന ഒരു വീട്, കർത്താവിനെ കൈക്കൊള്ളുന്ന ഒരു വീട്, കർത്താവിന് വേണ്ടി എല്ലാം ഒരുക്കപ്പെടുന്ന ഒരു വീട്. ബാഡ് തിങ്സ് ക്യാൻ ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ ഓൾസോ. നമുക്ക് ചില കാര്യങ്ങളൊക്കെ പക്ഷെ അവിടെയൊക്കെ നമ്മുടെ ആശ്രയം നഷ്ടപ്പെടുമ്പോഴാണ്. ഞാൻ ആരിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു, ആ പ്രത്യാശ ജീവിതത്തിൽ ഇടിഞ്ഞു പോയാൽ യു വിൽ ബിക്കം എ വെരി ബിഗ് സീറോ. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം ഒരു നിമിഷം കൊണ്ട് നമ്മളെ തകർക്കുന്നതാണ്. കാരണം ഐ നോ, ഞാൻ ഇത് പറയുമ്പം എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഞാൻ ഇതിലൂടെ കടന്നുപോയത്. എന്റെ ജീവിതം ഒത്തിരി പ്രാവശ്യം ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. ഇനിയില്ല, ഇനി രക്ഷയില്ല, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഇനിയെല്ലാം തീർന്നുപോയി, ഇനി ഒരിക്കലും തല ഉയർത്തിപ്പിടിച്ച് കോട്ടയം പട്ടണത്തിൽ നടക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ ചിന്തിച്ച് അങ്ങ് തീർന്നു. ഇനി എങ്ങനെ സാധിക്കുമെന്ന് വിചാരിച്ച് ബിസിനസ് എല്ലാം തകർന്ന്, സാമ്പത്തികമായി തകർന്നപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് അനേക രാത്രികളിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ഞാൻ നടത്തിയിട്ടുണ്ട്. നോക്കി പക്ഷെ അവിടെയെല്ലാം എന്നെ കാത്ത് പരിപാലിച്ച ഒരു കർത്താവുണ്ട്. പല വിഷയത്തിലും തീർന്നുപോയി എന്ന് വിചാരിച്ചാണ്, ഇനി രക്ഷയില്ല എന്ന് വിചാരിച്ചാണ്. പിശാചിന്റെ ഏറ്റവും വലിയ നുണ പലപ്പോഴും ഞാൻ എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുള്ള ശബ്ദമാണ്, നീ പോയി ചാക്, ഇനി നിനക്ക് രക്ഷയില്ല. ആ ശബ്ദത്തിന്റെ പിന്നാലെ എന്നാൽ യേശുവിന്റെ ഒരു ശബ്ദമുണ്ട്, ഞാൻ വരുന്നത് ജീവൻ തരാനും സമൃദ്ധിയായി ജീവൻ തരാനുമാണ്. ആ കർത്താവിന്റെ ശബ്ദം, ഗോഡ് ഈസ് ഓൾവേസ് ടോക്കിംഗ് ടു അസ്. നമ്മളോട് സംസാരിക്കുകയാണ്. നീ തകർന്നു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ കൈവിടത്തില്ല, ഞാൻ കൂടെ ഇരിക്കും, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ആര് തള്ളിയാലും ഞാൻ നിന്നെ തള്ളത്തില്ല. ഈ ലോകം മുഴുവൻ നിന്നെ എതിർത്ത് നിന്നാലും ദൈവം അനുകൂലമാണെങ്കിൽ നിനക്ക് പ്രതികൂലമില്ല. ഗോഡ് ഈസ് ഓൾസോ ടോക്കിംഗ് ടു അസ്. കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, ഈ ലാസറിന്റെ വീട്ടിലും ഇതേ അനുഭവം. 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ച്, ലാസറിന്റെ വീട്ടിൽ അനുഭവം ഉണ്ടായി. ഉടനെ ആ സഹോദരിമാരെ ഒന്ന് വായിക്കുക. 3:11 ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയാഞ്ഞിട്ടാണോ ആള് അയച്ച് പറഞ്ഞു, നിന്റെ സ്നേഹിതൻ ദീനമായിട്ടിരിക്കുന്നു. 4-ാം വാക്യം, യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. നോക്ക്, ഇവിടെ ഈ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ചോദിക്കേണ്ട, കർത്താവിനോട് ചോദിക്കുകയും എന്നാ പറയുന്നത്, വിശ്വസിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവ്, ഇതിന്റെ അകത്ത് എന്ത് മഹത്വമാണ് നീ എടുക്കാൻ പോകുന്നത്? അതായിരിക്കണം എന്റെ പ്രാർത്ഥന. ഇവിടെ പറയുകയാണ്, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു അല്ലെ. ഇത് മരണത്തിനായിട്ടല്ല. ഉടനെ ഗോഡ് ഈസ് ഡിക്ലെയറിംഗ്, ഗോഡ് ഓൾവേസ് ഡിക്ലെയർസ് വാട്ട് ഹി വാണ്ട് ടു സീ. കർത്താവിന് എന്ത് താൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതാണ് താൻ വിളിച്ചു പറയുന്നത്. താൻ വിളിച്ചു പറയുന്നത് ഇറ്റ് ബിക്കംസ് ദ റൂൾ. അതുപോലെ തന്നെയാണ് വീണ്ടും ജനിച്ച ദൈവമക്കൾ. ഒരു കാര്യം മറന്നരുത്, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. നിങ്ങളുടെ വാക്കിന് അസാധാരണമായ ശക്തിയുണ്ട്. ഇവിടെ കർത്താവ് ഹീസ് ഡിക്ലെയറിംഗ് എ വേർഡ്. താൻ കാണേണ്ട കാര്യങ്ങൾ താൻ എന്ത് ചെയ്യുകയാണ്? വിളിച്ചു പറയുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, പലപ്പോഴും ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന കാര്യത്തിന്റെ അകത്ത്, അത് ഏത് വിഷയമാണെങ്കിൽ അതിന്റെ അകത്തുനിന്ന് ഗോഡ് വാണ്ട്സ് ടു ഡ്രോ സംതിങ് ഔട്ട്. അതിന്റെ അകത്തുനിന്ന് നോക്ക്, ഇവിടെ മഹത്വം പുറത്തെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അവിടെ അനേകരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഞാൻ കർത്താവിന്റെ സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അടുത്ത വാക്യം പറയുക, 5-ാം വാക്യം വായിച്ചു. യേശു മാർത്തയും അവളുടെ സഹോദരിയെയും ലാസറിനെ സ്നേഹിച്ചു. നോക്ക് ആ വീട്. അടുത്ത വാക്യം എന്നിട്ടും അവൻ ദീനമായി എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്തേക്ക് 2 ദിവസം പാർത്തു. നോക്ക്, എന്നിട്ടും ദീനമായി കിടക്കുമ്പം നമ്മൾ ചിലപ്പോൾ ചോദിക്കത്തില്ലേ, ഇപ്പോഴും എന്നാ പ്രവർത്തിക്കാത്ത?
നമ്മൾ പലപ്പോഴും ചോദിക്കും, കർത്താവ് എന്നെ ഇപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, ഇപ്പോഴും എന്നെ പ്രവർത്തിക്കാതെ, കർത്താവ് എന്റെ വേദന, ഞാൻ കടന്നു പോകുന്ന, നമ്മളിതൊക്കെ കർത്താവിനോട് സാധാരണ പ്രാർത്ഥനയിൽ ചോദിക്കുന്ന വ്യക്തിയാണ്. എന്റെ പ്രാർത്ഥന മാത്രം എന്നെ കേൾക്കാത്ത, എന്റെ വേദന എന്നെ മനസ്സിലാക്കാത്ത, എന്നെ മനസ്സിലാക്കാൻ വേറെ ആരും ഇല്ല എന്നൊക്കെയുള്ള വാക്കുകൾ ഇവിടെ നോക്കുക. അവിടെ പറയുകയാണ്, ദീനമായി കിടക്കുന്നു, അതേ സ്ഥലത്ത് തന്നെ കർത്താവ് ഇരുന്നു. പ്ലീസ്, ചില കാര്യങ്ങളിലൊക്കെ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ പ്രാർത്ഥനയുടെ മറുപടിക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഗോഡ് വാണ്ട്സ് ടു ഡ്രോ ദ ഗ്ലോറി ഔട്ട് ഓഫ് ഇറ്റ്. നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിന്റെ അകത്ത് എന്റെ കർത്താവ് മഹത്വം വെളിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കും. ഐ എം സ്പീക്കിംഗ് ടു സമ്മൺ. ഇന്ന് ഞാൻ ഒരു വിഷയത്തിലും നിങ്ങളുടെ മനസ്സിടിഞ്ഞു പോകരുത്, ഒരു വിഷയത്തിലും നിങ്ങൾ തകർന്നു പോകരുത്, ഒരു വിഷയത്തിലും തീർന്നു എന്ന് വിചാരിക്കരുത്. ഗോഡ് ഹാസ് എ പ്ലാൻ. ഗോഡ് ഓൾവേസ് ഹാവ് എ ഹയർ പ്ലാൻ. കർത്താവിന്റെ പദ്ധതികളെല്ലാം ഉയർന്നവയാണ്. കർത്താവ് ചില ഗ്ലോറി അതിന്റെ അകത്തുനിന്ന് പുറത്ത് കൊണ്ടുവരാനിരിക്കുകയാണ്. കർത്താവിനോട് പ്രാർത്ഥനയിൽ ചോദിക്കേണ്ട ഒരു കാര്യം അതാണ്, ഈ വിഷയത്തിന്റെ അകത്ത് വാട്ട് യു വാണ്ട് ടു എക്സ്ട്രാക്ട് ഔട്ട് ഓഫ് ഇറ്റ്. ഇതിൽ നിന്ന് കർത്താവിന് എന്ത് മഹത്വമാണ് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഐ വാണ്ട് ടു സീ ഇറ്റ്. എനിക്ക് അതാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചില വിഷയങ്ങളിൽ ഞാൻ ഡിലേഡ് ആയി, ചില വിഷയങ്ങളിൽ എന്റെ ജീവിതത്തിൽ ഞാൻ താമസങ്ങൾ നേരിടുകയാണ്, ചില വിഷയങ്ങളിൽ ഞാൻ മറുപടി പ്രതീക്ഷിക്കും, ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, ഇന്ന് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഗോഡ് വാണ്ട്സ് ടു ഡു സംതിങ്. എന്താണ് നിനക്ക് പുറത്തു കൊണ്ടുവരാൻ? കർത്താവേ എന്റെ വിഷയത്തിന് വിടുതൽ തരണമെന്നല്ല, കർത്താവെ എന്ത് മഹത്വമാണ് ഇതിന്റെ അകത്തുനിന്ന്. ദൈവമക്കളോട് പറയാം, വെല്ലുവിളി. ദൈവമക്കൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. യു ആർ ഡിസൈൻഡ് ആസ് ഗോഡ്. ഞാൻ പലപ്പോഴും പറയും, ദൈവത്തെ പോലെ, ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് പകരമായി ഈ ലോകത്തിൽ കർത്താവ് എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ തങ്കുബ്രദർ പറയുന്ന ഒരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ പരാജയമാകണം എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് പരാജയപ്പെടാൻ പറ്റത്തില്ല. കാരണം അകത്തിരിക്കുന്നത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്, അകത്തിരിക്കുന്നത് മരിച്ചതിനെ ജീവിപ്പിക്കുന്നതാണ്. എന്തവസ്ഥയിലൂടെ കടന്നുപോയാലും അതിന്റെ അകത്തുനിന്ന് നിങ്ങളെ നിശ്ചയമായിട്ട് പുറത്തു കൊണ്ടുവരും. പ്ലീസ്, ഇന്ന് കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ഒന്നിലും പരാജയപ്പെടത്തില്ല കേട്ടോ, ഒന്നിലും തല കുനിഞ്ഞു പോകരുത്, ഒന്നിലും തീർന്നു പോയി എന്ന് വിചാരിക്കരുത്. ഞാൻ ഇന്നലെ AJ റോയിയുടെ വേർപാട് നോക്ക, പെട്ടെന്ന് ഒരു ഈസി ഡിസിഷൻ, നോക്ക, പിശാച് പലതും നമ്മളെ എന്താ പറയുക, നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ്. നോക്ക്, ഒരു നിമിഷം തിരിഞ്ഞ് ഇല്ല, ഇതിന്റെ അകത്ത് കർത്താവിനൊരു വഴി ഉണ്ട് എന്ന് ചിന്തിച്ചാൽ, ഞാൻ പറഞ്ഞത്, ഐ ഹാവ് ഗോൺ ത്രൂ ദിസ്. ഞാൻ ഇതിലൂടെ കടന്നുപോയതാണ്. ഞാൻ എന്റെ വണ്ടി 100 എത്രയോ പ്രാവശ്യം സൂപ്പർ ഫാസ്റ്റിനും നാഷണൽ പെർമിറ്റ് ലോറിയുടെ നേരം മദ്യപിച്ച് ബോധമില്ലാതെ 100 ഇടിച്ചു കയറ്റി തകർക്കാൻ ഞാൻ നോക്കുക. ഈ സമയത്തെല്ലാം ഞാൻ കേൾക്കുന്ന ശബ്ദം, നീ തീർന്നുപോയി, ഇനിയും നിനക്ക് രക്ഷയില്ല, ഇനിയും നിനക്കൊരു മുന്നേറ്റം ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, ഇതിൽ നിന്ന് നീ എങ്ങനെ പുറത്തു വരും എന്നൊന്ന് കാണണം. അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് വാസ്തവത്തിൽ ഞാൻ എന്റെ ചെവിക്കകത്ത് ഒരു ശബ്ദം പോലെ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, പിശാച് ജീവിതങ്ങളെ തകർക്കാൻ നോക്കുകയാണ്. പക്ഷേ ഗോഡ് വാണ്ട്സ് ടു എക്സ്ട്രാക്ട് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഇന്ന് എനിക്കറിയാം, ഐ എം ടോക്കിംഗ് സ്പെസിഫിക്കലി ടു സമ്മൺ. ഞാൻ ആരോടൊക്കെയോ ഞാൻ വ്യക്തിപരമായി ഇതൊരു പേഴ്സണൽ ടോക്കാണ്, പേഴ്സണലായിട്ട് സംസാരിക്കുകയാണ്. പ്ലീസ്, നിങ്ങൾ ചില വിഷയങ്ങളിലൂടെ നിങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ല എന്ന് തോന്നുന്ന ചില വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവ് ചിലതൊക്കെ ഈ ദിവസങ്ങളിൽ പുറത്തെടുക്കുകയാണ്. ഗോഡ് വെയിറ്റഡ് ഫോർ 2 days. അവിടെ വീണ്ടും കർത്താവ് 2 ദിവസം കൂടെ അതേ പട്ടണത്തിൽ, തൊട്ടടുത്ത പട്ടണമാണ്, അതേ പട്ടണത്തിൽ കർത്താവ് വെയിറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയാണ്? ഹി വാണ്ട്സ് ടു എക്സ്ട്രാക്ട് ദ ഗ്ലോറി. അതിന്റെ പൂർണ്ണ മഹത്വത്തോടെ അത് വെളിയിലെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് തന്റെ ശിഷ്യന്മാരുടെ 11-ാം വാക്യം വായിക്കാവോ? ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവെ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. യേശു അവന്റെ മരണത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഉറക്കമെന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നോക്ക്, ഇവിടെ ലാസറിന്റെ മരണത്തിൽ യേശു സന്തോഷിക്കുന്നതെന്ന വാസ്തവത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ലേ? ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾക്ക് വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. എന്നാൽ നാം അവന്റെ അടുക്കൽ പോകുന്നു എന്ന് പറഞ്ഞു. പ്രൈസ്. നോക്ക്, കർത്താവ് യേശു അവിടെ വെയിറ്റ് ചെയ്യുകയാണ്.
ചില ദിവസങ്ങളിലൂടെ കർത്താവോട് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അവിടെ അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് ഞാൻ സന്തോഷിക്കുന്നു. വാസ്തവത്തിൽ ആ ലാസറിന്റെ മരണത്തിൽ സന്തോഷാന്ന് പറയുമ്പം അതിന്റെ ഒരു നോക്ക് എന്തൊരു കോൺട്രഡിക്ടറിയാ അല്ലെ, ഒത്തിരി കോൺട്രഡിക്ടറിയാണ്. പക്ഷെ കർത്താവിന് തനിക്കറിയാം താൻ എന്നാ ചെയ്യാൻ പോകുന്നുവെന്ന് തനിക്കറിയാം. പക്ഷേ നോക്ക്, കർത്താവ് ലാസറിന്റെ ആ ഭവനത്തിലോട്ട് ആ പട്ടണത്തിലോട്ട് ബഥാനിയയിലേക്ക് ചെല്ലുകയാണ്. ബഥാനിയയിലോട്ട് ചെല്ലുമ്പോൾ നമുക്കറിയാം വഴിവക്കിൽ മാർത്ത തന്നെ സ്വീകരിക്കുകയാണ്. താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, 21 വാക്യത്തിൽ മാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴും നോക്ക് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. മറിയയും ഇതേ കാര്യം, മറിയ ഓൾസോ റൈസസ് ദ സെയിം വേർഡ്, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ ലാസർ മരിക്കുകയില്ലായിരുന്നു. കർത്താവ് അവരോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. മാർത്ത അവരോട് പറയും, ഇപ്പോഴും മാർത്ത പറയുകയാണ്, ഇപ്പോഴും നീ ദൈവത്തോടെ എന്താ അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയാം. ഇപ്പോഴും എന്ത് ചോദിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. 26 വരെ വായിച്ചു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. നോക്ക് ഈ യേശു അവിടെ പറയുകയാണ്, യേശു അവളോട് പറയാൻ, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത പറയാണ്, നീ എന്തപേക്ഷിച്ചാലും ഇപ്പോഴും എന്റെ കർത്താവ് അത് ചെയ്തു തരും. യേശു പറയാ, നിന്റെ സഹോദരൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ പറയാോ, ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഇപ്പൊ കർത്താവ് പറയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാണെന്നും. ഇവിടെ വി ക്യാൻ റീഡ് ദ ബൈബിൾ കേട്ടോ, നമുക്ക് ദൈവവചനം വായിക്കാം. യു ക്യാൻ ബി എ ക്രിസ്ത്യൻ കേട്ടോ, ബട്ട് യു മേ നോട്ട് നോ ക്രൈസ്റ്റ്. നമുക്കൊരു ക്രിസ്ത്യാനിയാകാം, നമ്മൾ ദൈവവചനം വായിക്കാം, പക്ഷെ അതിനേക്കാൾ എല്ലാം ഉപരിയാണ് യേശുവിനെ അറിയുന്നത്. യേശു പറയാൻ, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും. ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഞാൻ തന്നെയാണ് പുനരുദ്ധാനവും ജീവനും. ഈ ജീവനോടെ ഇരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. എന്ന വാക്കാണ് ഞാൻ പറഞ്ഞത്. തീർന്നു പോയി എന്ന് പറയുന്നിടത്തും ദൈവവചനം പറയാണ് സാധ്യത ഉണ്ട്. ഒന്നും തീർന്നിട്ടില്ല. കടന്നു പോകുന്ന ഒരു വിഷയത്തിനും ലജ്ജിക്കത്തില്ല. മാർത്തയ്ക്ക് നല്ല പ്രത്യാശയുണ്ട്. മാർത്ത പറയുന്നുണ്ട്, പുനരുദ്ധാനത്തെ കുറിച്ച് മാർത്തയ്ക്ക് പ്രത്യാശയുണ്ട്. മാർത്തയെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പം ഈ മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു, അങ്ങനെയൊക്കെ നമ്മൾ കർത്താവിന്റെ കാൽക്കലിരുന്ന വചനം കേട്ടില്ല. പക്ഷെ വെളിപ്പാടുണ്ട്. ഒടുക്കത്തെ പുനരുദ്ധാനത്തെ കുറിച്ച് താൻ സാക്ഷ്യം പറയുകയാണ്. പുനരുദ്ധാനം ഉണ്ടെന്ന് താൻ വിശ്വസിക്കുന്നുണ്ട്. യേശുവിനെ ദൈവപുത്രനാണെന്ന് താൻ അംഗീകരിക്കുന്ന അതേ അധ്യായം. ഞാൻ എന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് അതിലോട്ട് വരുന്നില്ല. നോക്ക്, അപ്പം തനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നത്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടോ പറയുകയാണ്, നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിന്റെ അകത്ത് അത് എത്ര ഹാർഡാണെങ്കിലും, എത്ര തീർന്നു എന്ന് പറയുന്ന വിഷയത്തിന്റെ അകത്താണെങ്കിലും അതിന്റെ അകത്ത് കർത്താവിന് വഴിയുണ്ട്. അതുകൊണ്ട് ഹൃദയം തകരുത്, നിരാശപ്പെടരുത്, ദുഃഖിക്കരുത്, ജീവിതം അവസാനിപ്പിക്കാൻ നോക്കരുത്. അതിന്റെ അകത്ത് ഗോഡ് ഹാസ് എ വേ ഔട്ട്. അതിന്റെ അകത്തുനിന്ന് കർത്താവ് എന്തോ പുറത്തെടുക്കാൻ, നമ്മുടെ ജീവിതം കൊണ്ട് അതിന്റെ അകത്തുനിന്ന് ചിലത് കർത്താവ് പുറത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതൊരിക്കലും ലജ്ജിക്കാനല്ല. നോക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേണമെങ്കിൽ നമ്മൾ ബൈബിളെല്ലാം വായിക്കുന്നവരായിരിക്കാം, പക്ഷെ യു ക്യാൻ മിസ് ക്രൈസ്റ്റ്. പക്ഷെ യേശുവിനെ പിടികിട്ടണമെന്നില്ല. നോക്ക്, പരീക്ഷന്മാരോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നു, പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. അല്ലേ? അവരോട് പറയാ, നിങ്ങൾ തിരുവെഴുത്തുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ശോധന ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബെസ്റ്റായിട്ട് ഇതെല്ലാം നോക്കുന്ന, പക്ഷെ നമ്മള് ഇത് വായിച്ചിട്ട് കാര്യമില്ല, പള്ളി പോയിട്ട് ഇത് കാര്യമില്ല, ഞായറാഴ്ച അവിടെ ചെന്ന് സഭായോഗം കൂടിയിട്ട് കാര്യം. ഡു യു നോ ക്രൈസ്റ്റ്? യേശു ആരാണെന്നാണ്. ഞാൻ തന്നെ ഏതവസ്ഥയിലും നിന്നെ വിടുവിക്കാൻ കഴിയുന്ന ഒരു കർത്താവ്. ഏത് വലിയ പ്രതിസന്ധിയിലും നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. ജസ്റ്റ് ബിലീവ് ഇറ്റ്. ഒരിക്കൽ ദൈവ പൈതലിനോട് ഞാൻ പറയാം, നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കത്തില്ല.
നിങ്ങൾ ഒരിക്കലും തകർന്നു പോകത്തില്ല. ഗോഡ് ഓൾവേസ് എക്സ്ട്രാക്ട് സംതിങ് ഔട്ട്. ഞാൻ കടന്ന് നമ്മുടെ കർത്താവ് നോക്കുക, നമ്മൾ ഈ ലോകത്ത് എ ഫോർ ആപ്പിൾ, ബി ഫോർ ബാറ്റ്, സി ഫോർ കാറ്റ് ഇങ്ങനെ പറഞ്ഞ ലോകത്ത് പോയ, പക്ഷേ കർത്താവ് പഠിപ്പിക്കുന്നത് റിയൽ ടൈം ഇഷ്യൂസിനാണ്. ശിഷ്യന്മാരോട് പറയാം, നമ്മൾ അക്കരയ്ക്ക് പോകാം. അവർ പോകുന്ന വഴിക്ക് ഒരു കാറ്റ്, ആ കാറ്റിൽ നിന്ന് കർത്താവ് അവരെ വിശ്വാസം പഠിപ്പിക്കുകയാണ്. വേർ ഇസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം എന്തിയെ? അവ കർത്താവ് റിയൽ ടൈം ഇഷ്യൂസിലാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ ഇന്നും നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഡോണ്ട് ലൂസ് യുവർ ഫെയ്ത്ത്. ആരോടോ പറയുകയാണ്, ആ വിഷയത്തിന്റെ അകത്ത് നിങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യരുത്, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ഡോണ്ട് ലൂസ് യുവർ ഫെയ്ത്ത്. അവിടെ ആ വിശ്വാസത്തെ ഒന്ന് മുറുകെ പിടിച്ചേ. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ അപ്പം തന്നെ ദൈവത്തിന് ഫീലിംഗ് ഇല്ലേ? കർത്താവിന് ചിലർ ചോദിക്കുന്നത്, ദൈവത്തിന് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ദൈവം എന്നെ പിടികിട്ടാത്ത ഇവിടെ എനിക്ക് ഈ മറിയയുടെ കാര്യം പറയുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറിയ വീട്ടിൽ തന്നെ ഇരുന്നു, അല്ലെ? കർത്താവ് വന്നെന്ന് അറിഞ്ഞിട്ട് അടുത്തോട്ട് പോയില്ല. ഇങ്ങനെയാ നമ്മൾ ചിലപ്പോൾ ചില പിണക്കമൊക്കെ കാണിക്കും. ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ആ കർത്താവിനോട് അങ്ങ് പിണങ്ങി അവിടെ ഇരിക്കുകയാണ്. നോക്കിക്കേ, നമ്മൾ പലപ്പോഴും അവക്ക് യേശുവിന്റെ അടുത്തോട്ട് വരാൻ പോലും താല്പര്യമില്ലായിരുന്നു. പിന്നെ യേശു അവളെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ യേശുവിന്റെ അടുത്ത് വരുന്നത്. യേശുവിന്റെ അടുത്ത് വന്നിട്ട് കർത്താവിന്റെ കാൽക്കൽ വീണു. അന്ന് 32 വായിക്കാം. ഷീന, യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി, അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണ്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. മാർത്ത പറഞ്ഞ അതേ കാര്യം പറഞ്ഞു. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ള നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ, വന്ന് കാണുക എന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആരോട് പറയുകയാണ്? ഹി ഫീൽസ് യുവർ പെയിൻ. എന്റെ കർത്താവിന് നിങ്ങളുടെ വേദന മനസ്സിലാകും. ആ വേദന കണ്ട് ഇഗ്നോർ ചെയ്തു പോകുന്ന ഒരു കർത്താവല്ല. അവരെ ചേർത്ത് പിടിച്ചു. കർത്താവ് കരഞ്ഞു. വാസ്തവത്തിൽ ഞാൻ എന്നും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ യേശു ഉയർപ്പിക്കാൻ. ഞാനാണെ പറഞ്ഞത്, നിങ്ങൾ വന്നേ, ഞാനിപ്പം കാണിച്ചു തരാം. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്, അല്ലേ? കർത്താവ് അവരെ ചേർത്ത് പിടിച്ച് എന്ത് ചെയ്തു? കർത്താവ് കണ്ണുനീർ വാർത്തു. യേശു കരഞ്ഞ കാര്യം ഒറ്റ സ്ഥലത്തെ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. നോക്ക്, ഇവരുടെ വേദനയിലാണ്. നിങ്ങളുടെ വേദനയിൽ സ്വർഗം ഒരിക്കലും സന്തോഷിക്കുകയല്ല. കർത്താവ് സന്തോഷിച്ചു എന്ന് മേളിൽ റിജോയ്സ് ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. ആ റിജോയ്സ് ചെയ്തത് എന്നാണെന്നറിയോ? ഇതിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോകുന്ന ആ ഗ്ലോറിയെ ഓർത്ത് കർത്താവ് സന്തോഷിക്കുകയാണ്. നിങ്ങളുടെ വേദനയെ ഒരിക്കലും കർത്താവ് സന്തോഷിക്കരുത്. ഹി നോസ് യുവർ പെയിൻ. ആരോടൊക്കെ പറയും, ഹി നോസ് യുവർ പെയിൻ. നിങ്ങളുടെ വേദന കർത്താവിന് മനസ്സിലാകുന്നുണ്ട്. ആ വേദനയിൽ സാരയില്ലെന്ന് പറഞ്ഞ് അതിന്റെ മേൽ വിക്സും ബാമും പരത്തുന്ന ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. അതിൽ നിന്ന് എന്നെയും നിങ്ങളെയും പുറത്തു കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. He wants to bring you out. എന്നിട്ട് പറയുകയാണ്, അതിന്റെ 39 വായിക്കാം. വർഷിന, കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. കല്ല് മാറ്റാൻ പറയുക. അപ്പം അവിടെ ഒരു പ്രതിസന്ധി. നോക്ക്, ഈ സെൽസ് ഒക്കെ ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പം മണമൊക്കെ വരാൻ തുടങ്ങും. അതുകൊണ്ട് കല്ല് നീക്കുന്ന ഇഷ്യൂസിനെ കുറിച്ച് അവർ പറയുകയാണ്. ഇപ്പം കല്ല് നീക്കി 4 ദിവസമായി, നാറ്റം വെച്ച് തുടങ്ങി. ഞാൻ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ സിറ്റുവേഷൻ എത്ര വേഴ്സ് ആണെങ്കിലും അതിന്റെ അകത്ത് യുവർ ഫെയ്ത്ത് ഷുഡ് പ്രിസീഡ് യുവർ സൈറ്റ്. നിങ്ങളുടെ കാഴ്ച ഇന്ന് കാണുന്ന കാര്യമല്ല, നിങ്ങളുടെ വിശ്വാസത്തിനായിരിക്കണം മുൻഗണന. വിശ്വാസം എന്നത് കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്. അപ്പൊ മുൻഗണന കൊടുക്കേണ്ടത് വിശ്വാസത്തിനാണ്. മുൻഗണന കൊടുക്കേണ്ടത് കാഴ്ചക്കല്ല. മുൻഗണന കൊടുക്കേണ്ടത് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വിഷയത്തിനല്ല. നിങ്ങളുടെ ഇല്ല, ഇതിന്റെ അകത്ത് കർത്താവ് പ്രവർത്തിക്കും, ഇതിന്റെ അകത്ത് ദൈവം പ്രവർത്തിക്കും. അവര് പറയുകയാണ്, സാഹചര്യം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയല്ലേ, അല്ലെ? മരിച്ച 4 ദിവസമായി അടക്കം വെച്ചു, സെൽസ് എല്ലാം ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങി, മണം വെളിയിൽ വരും, കല്ലറ തുറന്നാൽ അത് അവരുടെ ആ സാഹചര്യം അവർ പറയുകയാണ്. പക്ഷെ അതിന്റെ അകത്തും കർത്താവ് പറയുന്ന ഒരു വാക്കിന്റെ അകത്ത് നിങ്ങൾ സ്റ്റെപ്പ് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കത്തില്ല. നിങ്ങൾ നോക്കിയേ, താഴോട്ട് ഒന്ന് നോക്കിക്കേ, അതിന്റെ 40-ാം വാക്യം വായിച്ച ഷീന. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. യേശു പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും.
എത്രയും 40 അല്ലെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. എന്നിട്ട് അവർ കല്ല് നീക്കി യേശു മേളിലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടിരിക്കാൻ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. വെൻ യു ആക്ട് ഓൺ, അവർ കല്ല് നീക്കാൻ പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? കല്ല് നീക്കി. അപ്പം വെൻ യു ആക്ട് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്, എന്നാ അവിടെ സംഭവിച്ചത് നിങ്ങൾ നോക്കിക്കേ. നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ നിന്നെ വാഴ്ത്തുന്നു എന്ന് യേശു പിതാവിനോട് പറഞ്ഞു. മനസ്സിലായോ? അവര് കല്ല് നീക്കും. വെൻ യു ആക്ട് ഓൺ ദ വേർഡ്, ജീസസ് വിൽ ടോക്ക് ടു ഹിസ് ഫാദർ. യേശു പിതാവിനോട് പറഞ്ഞു. ഉടനെ പിതാവിനോട് പറഞ്ഞു, നീ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ പ്രാർത്ഥിച്ച ആ വിഷയത്തിന്റെ മേൽ ഞാൻ സ്റ്റെപ്പ് വെക്കുമ്പോ, കർത്താവ് പറഞ്ഞ ആ വാക്ക് ഞാൻ അനുസരിക്കുമ്പോ യേശു പിതാവിനോട് പറയും. പിതാവിന്റെ വലത്ത്, യേശു ഇന്ന് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയാണ്. ഈസ് ഓൾവേസ് ഇന്റർസീഡിങ് ഫോർ അസ്. പിതാവുമായിട്ട് കൂട്ടായ്മ ആചരിച്ച് എനിക്ക് വേണ്ടി ഹൈ പ്ലേസിൽ യേശു ഇരിക്കുകയാണ്. പിതാവിനോട് യേശു എന്ത് ചെയ്തു? പറഞ്ഞു. കല്ല് നീക്കിയപ്പോൾ എന്ത് ചെയ്തു? പിതാവിനോട് പറഞ്ഞു. വായിച്ചീന, നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് നോക്ക്, നീ ഇപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്നാ പിതാവിനോട് പറയുന്നത്. നീ ഇപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു എങ്കിലും എന്നെ അയച്ചുവെന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം പറയുന്നു എന്ന് പറഞ്ഞു. നോക്ക്, അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇഷ്യൂവിന്റെ അകത്ത് അനേകരുടെ രക്ഷ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക, അനേകരുടെ വിശ്വാസം കർത്താവ് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഈ ചുറ്റും നിൽക്കുന്നവർ വിശ്വസിക്കേണ്ടത് എന്തിനു വേണ്ടിയാ കർത്താവ് 4 ദിവസം വെയിറ്റ് ചെയ്തത്? നോക്ക്, ഇത് ഗ്ലോറിയസ് ആകണം. അനേകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇവ ലാസറും ഭവനവും മാത്രമല്ല, അവിടെ കൂടിയിരുന്ന മുഴുവൻ യഹൂദന്മാരും വിശ്വസിക്കേണ്ടത്. അവരുടെ വിശ്വാസത്തെ കർത്താവ് തുറക്കാൻ, അനേകർക്ക് രക്ഷയുടെ വാതിൽ കർത്താവ് തുറക്കാൻ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കടന്നു പോകുന്ന ഇഷ്യൂസ്, നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധി അനേകരുടെ വിശ്വാസത്തിന്റെ വാതിലുകൾ തുറക്കുന്നതാണ്. ഞാനതാ പറഞ്ഞു, ഗോഡ് വാണ്ട്സ് ടു ഡ്രോ സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. അതിൽ നിന്ന് കർത്താവ് ചിലത് പുറത്തെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നാറ്റം വെച്ചു 4 ദിവസം ഇല്ല, കല്ലറയെന്ന് തുറന്നേ. ലാസറിനെ വിളിക്കുകയാണ്. ലാസർ വെളിയിൽ വന്നു. എബ്രായ ലേഖനം 7:25 ഒന്ന് വായിച്ച ഷിന. എബ്രായ ലേഖനം 7:25 പറയുകയാണ്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. നോക്ക്, പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് സദാ മധ്യസ്ഥത വഹിക്കുവാൻ, എന്റെയും നിങ്ങളെയും പൂർണ്ണമായും വിടുവിക്കാൻ കർത്താവ് ശക്തനാണ്. അനേകരുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇഷ്യൂ, അയ്യോ എന്റെ വിഷയത്തിൽ നിന്ന് അങ്ങനെ, എന്റെ വിഷയത്തിൽ നിന്ന് വെളി വരിക മാത്രമല്ല, ഈ കൂട്ടത്തിൽ അനേകരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. നിങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷയമാണെങ്കിലും അത് അനേകരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അവിടെ 44 വായിച്ച ഷിന. മരിച്ചവൻ പുറത്തു വന്നു. 44 യോഹന്നാൻ സുവിശേഷം. മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. നോക്ക്, യേശു മരിച്ച ലാസറിന് ജീവൻ കൊടുക്കുകയാണ്. മരിച്ച ലാസറിന് ജീവൻ കൊടുത്തിട്ട് കൂടിയിരുന്നവരോട് കർത്താവ് പറയുകയാണ്, അവന്റെ കെട്ട് അഴിപ്പീൻ, അവർ പോകട്ടെ. അപ്പം ജീസസ് ഗീവ്സ് ദം ലൈഫ്. യേശു അവർക്ക് ജീവൻ കൊടുക്കുകയാണ്. എന്നാൽ അനേകരെ വിടുവിക്കാനുള്ള ഉത്തരവാദിത്വം, അനേകരുടെ കെട്ടുകളെ അഴിക്കാനുള്ള ഉത്തരവാദിത്വം കർത്താവ് എന്നെ കൂടി നിന്നവരെ കർത്താവ് ഏൽപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന പല ഇഷ്യൂസിന്റെ അകത്തുനിന്നും എന്നെ പുറത്തു കൊണ്ടുവരാൻ മാത്രമല്ല, നമ്മളിലൂടെ ഒരു ശുശ്രൂഷ ചെയ്തെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മളിലൂടെ ചില വീടുകൾ അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ ഇഷ്യൂസിന്റെ അകത്ത് ചിലതൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് അനേകർക്ക് അതൊരു അനുഗ്രഹമാക്കി തീർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അവിടെ അതിന്റെ 45-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. 45. മറിയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. അവിടെ നോക്ക്, അവിടെ കൂടിയിരുന്ന അനേകർ കർത്താവിൽ വിശ്വസിക്കാൻ ഇടയായി.
നോക്ക്, നമ്മുടെ ഇഷ്യൂ, നമ്മൾ കടന്നു പോകുന്ന ഏത് ഇഷ്യൂ ആണെങ്കിലും അനേകരുടെ വിശ്വാസത്തെ അത് ബിൽഡ് ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഏത് വിഷയത്തിന്റെ അകത്ത് പോക്ക് വഴിയുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയിലും അവൻ വഴി വെച്ചിട്ടുണ്ട്. തീർന്നെന്ന് വിചാരിക്കരുത്, നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കരുത്, തകർന്നു പോയി എന്ന് വിചാരിക്കരുത്. ഗോഡ് ഈസ് എ വേ. പലപ്പോഴും പിശാചിന്റെ ശബ്ദമാണ്, നീ ചത്തോ, നീ തീർത്തോ എന്ന് പറയുന്നത് പിശാചിന്റെ സൗണ്ടാണ്. എന്നാൽ യേശു പറയുന്ന, ഞാൻ വരുന്നത് ജീവൻ തരാനും സമൃദ്ധിയായി, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ജീവനോടെ ഇരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും മരണം കാണുകയില്ല. നമ്മുടെ വിഷയത്തിനൊന്നും ചിലപ്പോൾ വിടുതല് പലതിനും കാണാത്തപ്പോ, ഡിലേസ് ഒക്കെ വരുമ്പോ, ഗ്ലോറി വരാൻ, ഗ്ലോറി മഹത്വപ്പെടാൻ, ഗ്ലോറി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും കാണുന്ന രീതി, അത് ഇതിന്റെ അത്ഭുതം നടന്നത്. യേശു അന്നേരം ലാസറിന്റെ വീട്ടിൽ പോയി സൗഖ്യമാക്കുമായിരുന്നെങ്കിൽ ലാസറിന്റെ വീടും മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ നോക്ക്, ആ കല്ലറയുടെ അവിടെ ആ യഹൂദന്മാർ മുഴുവൻ അവിടെ കൂടി, ആ നാട്ടുകാർ മുഴുവൻ കൂടി. യേശു വീട്ടിലോട്ടല്ല വന്ന, പട്ടണത്തിലോട്ടാ വന്നത്. അവനെ എവിടെ വെച്ചെന്നാ കർത്താവ് ചോദിച്ചേ. എനിക്ക് അവനെ എവിടെ വെച്ചു എന്ന വാക്കിൽ എനിക്ക് ഭയങ്കര, ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വിശ്വാസം എവിടെയാ നഷ്ടപ്പെട്ട്, അങ്ങോട്ട് എന്നെ കൊണ്ടുപോകും. ടേക്ക് മീ ദർ. കല്ലറയിലോട്ട് കൊണ്ടുപോകാനല്ല, വിശ്വാസം നഷ്ടപ്പെട്ടടത്തോട്ട് കൊണ്ടുപോകും. നോക്ക്, ഉയർപ്പിച്ചപ്പോ ഗ്ലോറിയസ് ആയോ, എല്ലാരും കണ്ടോ, അനേകർ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഇഷ്യൂസ് അനേകരുടെ വിശ്വാസത്തിന് ഹേതുവായി തീരും. നിങ്ങൾ കടന്നു പോകുന്ന വിഷയം, അതിന്റെ അകത്തുനിന്ന് നിങ്ങളുടെ വിടുതൽ അനേകരുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യുന്നതായി തീരും. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഡിലേസ് ഒന്നും ഓർത്ത് ഭാരപ്പെടരുത് കേട്ടോ. ഇവിടെ ഒരു ഡിലേ ഉണ്ടായിരുന്നു, 4 ദിവസം കഴിഞ്ഞ കർത്താവ് ചെല്ലുന്ന, പക്ഷെ ആ ഡിലേ ഗ്ലോറിയസ് ആയി. ഇന്ന് ഡിലേ നേരിടുന്നവരോട് പറയാം, അത് ഗ്ലോറിയസ് ആകും കേട്ടോ. നിങ്ങളുടെ വിഷയത്തെ നോക്കി ഞാൻ പറയുകയാണ്, അത് ഗ്ലോറിയസ് ആകും. അത് അനേകരുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഗ്ലോറി ഇറങ്ങും, മഹത്വം ഇറങ്ങും. ചില സാഹചര്യങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ഇൻസ്റ്റന്റേനിയസ്ലി ചില അത്ഭുതങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. ഒന്നും ഭയപ്പെടരുത്. യേശു പറഞ്ഞ ആ വാക്കുണ്ട്, കെട്ടഴിപ്പി. അഴിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിലും അഴിക്കും. കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ. നോക്ക, അവൻ കെട്ടപ്പെട്ടവനായിരുന്നു, അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവൻ തകർന്നു കിടന്ന വ്യക്തിയാണ്. അവൻ ഇനി ഒരിക്കലും എഴുന്നേക്കത്തില്ല എന്ന് പറഞ്ഞ് ആ കല്ലറ അടച്ചു വെച്ചതാണ്. ഇനി തുറക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞ് നാറ്റം വെച്ചെന്നാ പറഞ്ഞ്. അതിന്റെ അകത്തുനിന്ന് കർത്താവിന് ഞാൻ പറഞ്ഞ ഏത് സാഹചര്യമാണെങ്കിലും അതിന്റെ അകത്തുനിന്ന് കർത്താവിന് പുറത്തുകൊണ്ട് ഗോഡ് വാണ്ട്സ് ടു ഡ്രോ സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. അതിൽ നിന്ന് പുറത്തെടുക്കാൻ. ആൻഡ് ദാറ്റ് ഈസ് യുവർ ഫെയ്ത്ത് ആൻഡ് ദ ഫെയ്ത്ത് ഓഫ് മെനി പീപ്പിൾ. അനേകരുടെ വിശ്വാസം പുറത്തു കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുക. സോ ലെറ്റ് us pray. നമ്മുടെ ഇഷ്യൂസ് എന്നും നമുക്കൊരു അനുഗ്രഹമാണ്, അതൊരു അത്ഭുതമാണ്, അതൊരു ഹയർ പ്ലാൻ വെളിപ്പെടുന്നതാണ്, ഗ്ലോറി വെളിപ്പെടുന്നതാണ്. ആ വിശ്വാസത്തോടെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം കർത്താവേ, ഇന്നത്തെ ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പാകെ എന്തെങ്കിലും ഒരു വിഷയങ്ങളും ഭാരങ്ങളും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കർത്താവിന്റെ പദ്ധതി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ. മരിച്ച അവസ്ഥയിൽ ഇരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കട്ടെ. ആ യേശു എന്ന നാമത്തിന് ശക്തിയുണ്ട്. അവന്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങുമെന്ന് വചനം പറഞ്ഞിരിക്കുന്നു. ആ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കെട്ടുകൾ അഴിയട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ. അനേക വർഷങ്ങളായി വിടുതലില്ലാത്ത രോഗികൾ ഇന്ന് വിടുതലാകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായതെന്ന് പറഞ്ഞതുപോലെ ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക. എന്റെ കർത്താവിന്റെ കരം ഇറങ്ങിയിരിക്കുക. ആ മഹത്വത്താൽ നിറയുക. ആ സാന്നിധ്യം കൂടെയുണ്ട്. അതൊരിക്കലും നിങ്ങളെ വിട്ടു പോകത്തില്ല. ആ കർത്താവിന്റെ കരത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പ്രതികൂലത്തിന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. റീക ബാബാ ബാബാ ഹങ്കാരീക ദവഡറസ്യാല റീക ബാബാ ബാബാ ഹങ്കാരീക ദവഡറസ്യാല റിദറ ദറ ദറ ദറ. എന്റെ കർത്താവിന്റെ മഹത്വം, എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഓരോ മക്കളുടെ മേലും വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ കേട്ട വചനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ വചനത്തിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുതകരം ഓരോരുത്തരെയും തൊടുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവരുടെ അത്ഭുതം
ഗ്ലോറിയസ് ആകട്ടെ. അത് മൈറ്റി ആകട്ടെ. അനേകരുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യുന്നത് പോലെ, അനേകർ കാണുന്നത് പോലെ, അത്ഭുതം അനേകർ കാണുന്നത് പോലെ അവരുടെ വീടുകൾ വിടുവിക്കപ്പെടട്ടെ, അവരുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ തലമുറകൾ ഉയർച്ച പ്രാപിക്കട്ടെ. എല്ലാ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. ഭൗതികമായ തലങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ഉയർച്ച 2026 ഭൗതിക തലങ്ങൾ അസാധാരണമായ ഉയർച്ചകൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ കരം നീട്ടുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. നന്മകളാൽ കർത്താവ് നിറയ്ക്കണം. അത്ഭുതമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് വാണ്ട്സ് ടു എക്സ്ട്രാക്ട് സംതിങ് ഔട്ട്. ആ മറിയ വീട്ടിൽ പിണങ്ങിയിരുന്ന പോലെ പിണങ്ങിയിരിക്കരുത്. നാളെ ഞായറാഴ്ച ചില വിഷയം ഞാൻ പറഞ്ഞത്, ഈ നമ്മൾ ഒരു ദിവസം ഈ ദൈവസന്നിധി ഒക്കെ വരുമ്പം കം വിത്ത് ഗ്രേറ്റ് എക്സ്പെക്ടൻസി, പ്രതീക്ഷയോടെ വേണം വരാൻ. ഇന്ന് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് മൈറ്റി ഇൻ മൈ ലൈഫ്. ഇന്ന് പുതിയൊരു അഭിഷേകം എന്റെ മേൽ വീഴും, പുതിയ ഒരു പുതപ്പ് എന്റെ മേൽ വീഴും. ഇന്ന് എന്നെ ആത്മാവിൽ കർത്താവ് കടന്ന് നിറയ്ക്കും. ഗോഡ് വിൽ ഓപ്പൺ സംതിങ് ഫോർ മീ. അങ്ങനെ ഒരു പ്രതീക്ഷ ദാഹിച്ചു വരുന്ന വ്യക്തിയും പ്രതീക്ഷിച്ചു വരുന്ന വ്യക്തിയുമാണ് നിശ്ചയമായിട്ടും അത്ഭുതം കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവര് നോക്ക്, കർത്താവിന്റെ അടുത്ത് ആക്സസ് ടു ഗോഡ് അല്ലെ. കർത്താവിന്റെ അടുത്ത ആൾ അയച്ചിട്ട് പറഞ്ഞു, സ്നേഹിതൻ ലാസർ സുഖമില്ലാതിരിക്കുക. അങ്ങോട്ട് കണക്ട് ചെയ്തു. മിണ്ടാതെ വേണേ വീട്ടിൽ ഇരിക്കാറുണ്ടല്ലോ. വീട്ടിൽ ഇരുന്ന് ഞാൻ ഒരു കാര്യം, ഒരു പ്രതിസന്ധി കാണുമ്പം കർത്താവിന്റെ സന്നിധി തന്നെ ഇരുന്നു. വിട്ടുപോകാതെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നോണം. അങ്ങനെ വിട്ടുപോകാതെ നോക്കിയ അപ്പോസ്തലന്മാര് വിട്ടുപോകാതെ ഒരു ദൈവസന്നിധിയിൽ ഇരുന്നപ്പോ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിനെ കർത്താവ് കൊടുത്തു. നോക്കിയ കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് 500-ൽ പരം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ 120 പേരെ ഉള്ളായിരുന്നു മാളിക മുറിയിൽ. ബാക്കി എന്ത് ചെയ്യും? എവിടെ പോയി? ബാക്കിയൊക്കെ അവരുടെ വഴിക്ക് പോയി. നിങ്ങൾക്ക് വേണോ? കർത്താവിൽ നിന്ന് പ്രാപിക്കണോ? ഹയർ ലൈഫ് വേണോ? സമാധാനമുള്ള ജീവിതം വേണോ? സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? കണക്ട് വിത്ത് ജീസസ്. കർത്താവിന്റെ നാളത്തെ സഭായോഗം ഒന്നും ഒറ്റ കുഞ്ഞു ഉപേക്ഷിക്കരുത്. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നേ. യു വിൽ സീ മൈറ്റി തിങ്സ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം ഏറ്റവും ബ്ലെസ്ഡ് ആകുന്ന നിങ്ങൾ കാണും. ഉയർച്ച അനുഭവിക്കുന്ന കാണും. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ആ വിഷയത്തിൽ ഒന്നും ഒരിക്കലും രചിക്കത്തില്ല. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ കോഴഞ്ചേരി രാവിലെ 6:30 ആദ്യത്തെ സഭായോഗം. രണ്ടാമത്തെ സഭായോഗം രാവിലെ 10 മണിക്കാണ്. സോ കം. കോഴഞ്ചേരിയിലും ചുറ്റുപാടും ഒക്കെ നിങ്ങൾ എന്നെ കേൾക്കുന്ന കം. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാം ആൻഡ് എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ്. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. So God bless you. Have a wonderful day. Have a wonderful weekend. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവിന്റെ നന്മ, കർത്താവിന്റെ സമാധാനം അതെല്ലാം ഞങ്ങൾ പറഞ്ഞയക്കുകയാണ്. And pray for us also. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഒത്തിരി വേണം. So God bless you. Have a wonderful weekend. God bless you. And share the video also. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Bless you.